കാണാൻ ഒരു ഭംഗിയോ നിറമോ ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീ മദീനയിൽ ജീവിച്ചിരുന്നു. അവർ ദിവസവും വന്ന് മദീന പള്ളിയും അതിന്റെ പരിസരമൊക്കെ അടിച്ചാൽ വൃത്തിയാക്കും. ആരും അത് ശ്രദ്ധിക്കാറില്ലെങ്കിലും പഠിച്ചോനുള്ള ആ സ്ത്രീയുടെ സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവർ ഒട്ടും പള്ളിയിലല്ലാതെ എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരുടെ മരണ വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകെ വിഷമായി. സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ സ്വഹാബ ആ മരണ വാർത്ത എന്നെ അറിയിക്കാതിരുന്നത്? സമൂഹത്തിലൊട്ടും വിലയില്ലാത്ത ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മരണ വാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാൻ മാത്രം ഉണ്ടെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നബിയെ, അതൊരു രാത്രിയായിരുന്നു. അങ്ങയുടെ ഉറക്ക് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയാതിരുന്നത്. അവർ കാരണം ബോധ്യപ്പെടുത്തി. അങ്ങനെ വിഷമിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്ത്രീയുടെ ഖബറിനടുത്ത് പോയിട്ട് ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ രണ്ടായി കാണാൻ സമൂഹം വരച്ചു വെച്ച അതിർത്തികളും മാനദണ്ഡങ്ങളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിരുകളേ ആയിരുന്നില്ല. നിറമോ ഭംഗിയോ ഒന്നും നോക്കാതെ അവരെല്ലാം ചേർത്ത് നിർത്തി എന്നതാണ് അവിടുന്ന് ചെയ്ത ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്ന്.